എല്ലാവർക്കും റംലാൻ മുബാറക്. ഇന്ന് നമ്മൾ നിസ്കാരക്കുപ്പായായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാൻ മറന്നു പോകരുത് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്ന വസ്ത്രങ്ങളൊക്കെ നല്ല നീറ്റായിട്ടും നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുക. അതിനേക്കാൾ നല്ല ബഹുമാനത്തോടും വൃത്തിയോടും കൂടിയിട്ടാണ് നമ്മൾ നിസ്കാരക്കുപ്പായൊക്കെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഒന്ന് രണ്ട് വാക്കുകളാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നിസ്കാരക്കുപ്പായൊക്കെ എടുത്ത് തിരുമ്പിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ തിരുമ്പിക്കണ്. സാധാരണ ഞാൻ കല്ലുമലിട്ടിട്ടാണ് ഈ നിസ്കാരക്കുപ്പായൊക്കെ തിരുമ്പൽ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ടോ ഞാൻ നിസ്കാരക്കുപ്പായം തിരുമ്പാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേയേറെ പണികളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിസ്കാരക്കുപ്പായങ്ങൾ രണ്ടും എടുത്തിട്ട് പിന്നെ മെഷീനിലിട്ടിട്ട് തിരുമ്പുന്നത്. അപ്പോൾ മെഷീനിൽ തിരുമ്പുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആണോ അല്ലെങ്കിൽ നജസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ നിസ്കാരക്കുപ്പായം വാഷ് ചെയ്യാനായിട്ട്. ഞാൻ നിസ്കാരക്കുപ്പായം മുസല്ലയൊക്കെ വാഷ് ചെയ്യുമ്പോൾ മറ്റുള്ള വസ്ത്രങ്ങളുടെ കൂടെ ഒന്നും ഇടലില്ല. ഞാൻ കല്ലിൽ അലക്കുന്ന സമയത്ത് പുറത്ത് കൊണ്ടുപോയി വെക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ഈ സോപ്പും പൊടീൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ. ചില സമയത്ത് എന്തെങ്കിലും ഒരു അഴുക്ക് പോലൊക്കെ തോന്നും, അഴുക്ക് ആവുമല്ല എന്നാലും ഒരു കളർ വ്യത്യാസം വന്ന മാതിരി തോന്നും. ആ സമയത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും, കൂടെ ക്ലോറക്സും കുറച്ച് ഒറ്റിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു കറകളും നമ്മളെ നിസ്കാരക്കുപ്പായത്തിൽ ഉണ്ടാവില്ല, നല്ല വെണ്മയോട് കൂടി തന്നെ നിലനിർത്താനും പറ്റും. ക്ലോറക്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം. എപ്പോഴും ക്ലോറക്സ് ഇട്ട് ഉപയോഗിച്ചാൽ കോട്ടൻ്റെതാണല്ലോ നമ്മളെ നിസ്കാരക്കുപ്പായൊക്കെ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ദ്രവിച്ചു പോകാനുള്ള ഇടയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധാരണ ഞാൻ പുറത്തുനിന്ന് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുന്ന പോലെ തന്നെ വാഷിംഗ് മെഷീനിലും വെള്ളം ചൂടാവുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഓപ്ഷൻ കൂടി തന്നെയാണ് ഞാനിത് തിരുമ്പിയെടുക്കുന്നത്. ഞാൻ എപ്പോഴും നിസ്കാരക്കുപ്പായം കഴുകുന്ന സമയത്ത് കംഫർട്ട് ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തും ആ ഒരു സ്മെല്ല് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഞാൻ കംഫർട്ട് ഉപയോഗിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ നോമ്പ് മാസമല്ല വരുന്നത്. അപ്പോൾ അതിനോടായതുകൊണ്ട് വല്ലാതെ സ്മെല്ലൊന്നും നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 നിസ്കാരക്കുപ്പായം ഞാൻ സെറ്റാക്കി വെച്ചത്, ഒന്ന് ഡെയിലി നിസ്കരിക്കാനും പിന്നെ ഒന്ന് നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. നമ്മൾ നിസ്കാരക്കുപ്പായം എല്ലാ വസ്ത്രത്തിൻ്റെക്കാൾ കൂടുതൽ ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മൾ എടുത്ത് വെക്കണം. കാരണം നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് ഏറ്റവും കരുണയോട് കൂടിയിട്ടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയിട്ട് ആ ഒരു സമയത്താണല്ലോ അത് ഉപയോഗിക്കുക ആ വസ്ത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും നല്ല ശുദ്ധിയും ഉള്ളതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൂടാതെ ആ സ്ഥലവും നജസ്സൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ നിസ്കരിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ എല്ലാ സ്ഥലത്തുനിന്നും എവിടെ നിന്നിട്ടും നമുക്ക് നിസ്കരിക്കാൻ പറ്റും. കാരണം ഒന്നാമത്തേത് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത് നജസ് ഉണ്ടാവാൻ പാടില്ല, അത് അത്ര മാത്രമേ ഉള്ളൂ നിർബന്ധം. നമ്മൾക്ക് എത്ര വില കൂടിയ വസ്ത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ പോകുമ്പോൾ ഈ ഒരു വസ്ത്രം മാത്രം ധരിച്ചിട്ടാണ് നമ്മൾ പോവുക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു വസ്ത്രത്തെക്കാളും ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ വസ്ത്രങ്ങൾ എടുത്തു വെക്കേണ്ടത്. ചുരുട്ടി കൂട്ടിയിട്ട് അവിടെയും ഇവിടെയും ഒന്നും നമ്മൾ ഒരു കാരണവശാലും ഈ നിസ്കാരക്കുപ്പായം വെക്കാൻ പാടില്ല. കാരുണ്യവാനായ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സമയമാണല്ലോ ഈ നിസ്കാര സമയം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളോട് കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണ്ട നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിസ്കാരക്കുപ്പായത്തിന് ഏറ്റവും കൂടുതൽ മഹത്വം കൽപ്പിക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലോടും നല്ല വൃത്തിയോടും ശുദ്ധിയോടും നജസിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടും വേണം നമ്മൾ ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നിസ്കാരക്കുപ്പായം മറ്റ് വസ്ത്രത്തോടൊപ്പം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിടാതെയും പിന്നെ അവിടെയും ഇവിടെ അലസമായിട്ട് കൊണ്ടിടാതെയും പിന്നെ ചുട്ടിക്കൂട്ടി വെക്കാതെയും ഒക്കെ കൊണ്ട് നടക്കണമെന്ന് പറയുന്നത്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു വസ്ത്രത്തെ നോക്കിക്കൊണ്ട് നടക്കാൻ. നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ടല്ലല്ലോ നമ്മൾ നിസ്കരിക്കേണ്ടത്. അതേപോലൊക്കെ തന്നെയാണ് ഇതും. ഈ നിസ്കാരക്കുപ്പായം അലസമായി ഇടാതെ നല്ല ശുദ്ധിയോടും വൃത്തിയോടും വെണ്മയോടും കൂടിയിട്ട് സൂക്ഷിക്കാൻ പറയുന്നത്. നമ്മുടെ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരക്കുപ്പായം അതാത് സ്ഥാനത്ത് നല്ല വൃത്തിയോടും നല്ല രീതിയിൽ മടക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു തആലാക്ക് നല്ല വൃത്തിയുള്ള ആളുകളോടാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നമ്മുടെ നിസ്കാരക്കുപ്പായത്തിലൊക്കെ വരുന്നതാണ് ഈ കരിമ്പം കുത്തൽ. അപ്പോൾ നമ്മൾ നനഞ്ഞ പാട് അല്ലെങ്കിൽ കുളിച്ച പാട് ഒതുടുത്ത പാട് അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ നിസ്കാരക്കുപ്പായം ഇടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കാരത്തിന് ശേഷം കരിമ്പം കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു നിസ്കാരക്കുപ്പായം നനവുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒന്ന് ആറിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രം മടക്കി വെക്കുക. നമ്മൾ അതേപോലെ തന്നെ നനവോട് കൂടി മടക്കി വെച്ചാൽ മുഷിഞ്ഞ മണവും ഉണ്ടാവും. കൂടാതെ നമ്മളെ നിസ്കാരക്കുപ്പായം നന്നായിട്ട് കരിമ്പം കുത്താനും സാധ്യതയുണ്ട്.
അതേപോലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും 2 റക്അത്ത് എങ്കിലും ളുഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ത്രീകളും ശ്രമിക്കണം. 2 റക്അത്തല്ല, 2 റക്അത്ത് ചുരുങ്ങിയതാണ് കേട്ടോ, അതിൽ കൂടുതലുണ്ട്. 2 റക്അത്തെങ്കിലും അങ്ങനെ ഒന്ന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കി, പിന്നെ നിസ്കാരക്കുപ്പായം വൃത്തിയാക്കി. പിന്നെ ഇനി ഉള്ളത് നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള ആഭരണങ്ങൾ ഉണ്ടാവും, കുറച്ച് ചെറുതോ വലുതോ എത്ര ആണെങ്കിലും അതൊന്ന് ക്ലീൻ ആക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അപ്പക്കാരം, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഈ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സുർക്ക ഒഴിച്ച് കൊടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് പതഞ്ഞ് വരുമെന്ന്. പിന്നെ അതിലേക്ക് ഹാൻഡ് വാഷാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറൊക്കെ പോയ ചില സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവും, അപ്പോൾ അത് നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത്. അങ്ങനെ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിലേക്കാണ് നമ്മൾ ആഭരണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ആഭരണങ്ങൾ ഇട്ട് ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് ബ്രഷൊക്കെ ഇട്ട് വരുതലാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഭരണങ്ങൾക്കുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഭരണങ്ങൾ പുതിയതുപോലെ തന്നെ തിളങ്ങും. പിന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ കമ്മലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക്. പിന്നെ അതാ വളയാണ്, വളയിൽ അങ്ങനെ വലിയ അഴുക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഏതായാലും കഴുകല്ലേ വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ എൻ്റെ ഒരു മോതിരമുണ്ട്, അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ അടുത്തത് എൻ്റെ ചെയിനാണ് കേട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതിനാണ്. പിന്നെ കുളിക്കുന്ന സമയത്ത് ഞാൻ അധികം അത് ഇട്ടിട്ടല്ല കേട്ടോ കുളിക്കുക. കാരണം എന്താ വെച്ചാൽ എണ്ണമെഴുക്കും അതൊക്കെ നമ്മൾ ആ ചെയിനിൻ്റെ മേലായാലും എന്തോ ഒരു കളർ വ്യത്യാസം വരും, വല്ലാതെ ഒരു പഴകിയ പോലെ ആവും. അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്ത് ഊരി വെക്കും. അങ്ങനെ ആവുന്നതിനോട് തന്നെ വല്ലാത്തൊരു അഴുക്കൊന്നുമില്ല. എന്നാലും നമ്മൾ ഇതേപോലെ നനച്ചുള്ളിൻ്റെ സമയത്ത് എല്ലാ ഭാഗവും ക്ലീൻ ആക്കിയപ്പോൾ ഇതും കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ആഭരണങ്ങളുടെ എല്ലാ ഭാഗത്തും ആ ലിക്വിഡ് ഒന്ന് ആകത്തക്ക രീതിയിൽ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മൾ ഒരു കാരണവശാലും ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് കൊടുക്കേണ്ട കാര്യങ്ങളേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം ഇത് ഓരോന്നായിട്ട് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് കമ്മലിൻ്റെ ആ ഒരു ചങ്കിരി ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്തൊക്കെ എന്തായാലും ചളിയൊക്കെ ഉണ്ടാവും. ഇത് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്താൽ എവിടെയും പറ്റി പിടിച്ചൊന്നും കിടക്കൂല കേട്ടോ ചളി. എന്നാലും അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇതായി കിടക്കുന്നുണ്ടോ വിചാരിച്ചിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് ഒന്ന് ഒരതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഹാർഡായിട്ട് ഒരതരുത് കേട്ടോ, നമ്മളെ ആഭരണങ്ങൾക്ക് തേയ്മാനം സംഭവിക്കും, പിന്നെ അതിൻ്റെ ഗ്ലേസിങ്ങും പോവും. പിന്നെ എന്തായാലും ഇത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിത് തേച്ച് കഴുകണത് ആവശ്യം തന്നെയാണല്ലോ. പിന്നെ ഈ ആഭരണങ്ങൾ ഇട്ട് വെക്കുന്ന എൻ്റെ ഈ ഒരു പെട്ടിയും ഞാൻ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് വെക്കുന്നത്. ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.